എന്താ കുട്ടികളെ വിജേഷ് വിഷമിച്ചിരിക്കുന്നത്? എന്താ വിജേഷ് ഒരു വിഷമം പോലെ? ടീച്ചറെ, ഞാൻ ഇന്നലെ വീട്ടിലെ അച്ഛനെയും അമ്മയും പെങ്ങളെയും ഒക്കെ സ്വപ്നം കണ്ടു. ഞാൻ ഇന്നലെ നാട്ടിലേക്ക് ഫോൺ ചെയ്തിരുന്നു. എല്ലാവരുടെയും വീട്ടിലും സന്തോഷമാ. എല്ലാ ദിവസവും ഞങ്ങൾ വിശേഷങ്ങൾ നാട്ടിലേക്ക് അറിയിക്കുന്നുണ്ട്. തന്നെയുമല്ല, നിങ്ങൾക്കുള്ള 5 ലക്ഷം രൂപ വീതം എല്ലാവരുടെയും അക്കൗണ്ടിൽ എത്തിച്ചിട്ടുണ്ട്. അതും എല്ലാ വീട്ടിൽ നിന്നും സ്കൂളിൽ അറിയിച്ചിട്ടുണ്ട്. ആഹാ, വീട്ടിൽ കുഴപ്പമൊന്നും ഇല്ലല്ലോ? ഇല്ലെന്നേ. നിങ്ങൾ അതോർത്ത് വിഷമിക്കണ്ട. അറിയും വരെ എനിക്കും സമാധാനമില്ലായിരുന്നു. ഇപ്പൊ സമാധാനമായി. ഇപ്പൊ അതൊന്നും ചിന്തിക്കേണ്ട. എല്ലാവരും സന്തോഷമായിരിക്കുക. എഴുന്നേക്ക്, കുളിച്ച് ഫ്രഷ് ആവ്. ഇനി രാത്രിയിലാണ് ഫ്ലൈറ്റ്. ആഫ്രിക്കയാണ് ലക്ഷ്യം. രാവിലെ അവിടെ എത്തും. അവിടെ ഒരു ട്രൈബൽ കേന്ദ്രത്തിലാണ് താമസം. നമ്മളെ കൊണ്ടുപോകാൻ എയർപോർട്ടിൽ വാഹനം എത്തും. ചെല്ല്, തയ്യാറാകും. ടീച്ചറെ, ആകെ ഒരു ഭയം. എന്തിനാ സുനന്ദ ഭയക്കുന്നേ? ഇവിടുത്തെ ഇന്റർനാഷണൽ ആർട്സ് ക്ലബിന്റെ മെമ്പർമാരും ഭാരവാഹികളും മലയാളികളും എല്ലാം അവിടെയുണ്ട്. എന്നാലും കാടല്ലേ? ഇതിനുള്ളിലെ ഗോത്രത്തറയിലാണ് ഇവിടുത്തെ ട്രൈബൽ പ്രോഗ്രാം നടക്കുന്നത്. നല്ല തണുപ്പുണ്ട്. ഇവിടെ ഇപ്പോൾ തണുപ്പ് കുറവായ ടൈമാണ്. ഹോ, നമ്മൾ എത്തി.